So in the last class, we were studying about separation of unwanted things. Yes, good morning. Please all of you mute. Okay. So why to separate, why separation is necessary? First one, to remove undesirable constituents, that means which we don't want. Now, for example, a stone in the rice that we don't want, it is harmful for us, isn't it? So things that are harmful to us have to be removed. So we remove things. നമുക്ക് ദോഷം ചെയ്യുന്ന വസ്തുക്കള് നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ പോലെ ചോറിനകത്തുനിന്ന് കല്ല്, അരിക്കാത്ത കല്ല് മാറ്റം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടീയിലൊക്കെയുള്ള ടീ പൗഡറിന്റെ ഡസ്റ്റ്, പൊടി, അതൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ അരിച്ചെടുക്കുന്ന പോലെ. ആരാ അത് അൺമ്യൂട്ട് ചെയ്യാതെയാണ്? അർജുൻ അൺമ്യൂട്ട് ഒന്നുമില്ല. അർജുൻ, Arjun, please unmute. Mute, unmute എന്തെങ്കിലും ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ തന്നെ എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെച്ചു. Then another thing we said, we have to separate the unwanted things from the water, and that may be, there will be many methods. Chlorination ഉണ്ട്, ബോയിലിംഗ് ഉണ്ട്, അങ്ങനെ കുറെ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു. പിന്നെ വേറൊന്നാണ് നമ്മൾ എയറിന്റെ കാര്യം പറഞ്ഞത്. എയർ ഈസ് എ മിക്സ്ചർ ഓഫ് മെനി അതർ ഗ്യാസസ്. We need only oxygen, isn't it? So while breathing, our body has a power to remove the unwanted gases from the oxygen. We need only oxygen. So we will breathe out. When we breathe out, all the other unwanted gases will go outside. And we studied that when a person is not able to breathe by himself, we will give a respirator for him. Means you might have seen the hospitals and all, they give a respiratory system, means a respirator giving oxygen but through the cylinder and all. That is only oxygen and not from the nature they are breathing. Then surroundings നമ്മളെ പോലെ ബ്രീത്ത് ചെയ്യുന്നതല്ല അത്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ കൂടെ വേറെ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതെല്ലാം ഉള്ളിലേക്ക് വരും. പക്ഷെ നമ്മുടെ ബോഡി അതിനെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാം പൊയ്ക്കൊള്ളും. നമ്മുടെ ഓക്സിജൻ മാത്രം ബോഡിയിലേക്ക് എടുക്കും. പക്ഷെ ഈ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, മീൻസ് പേഴ്സൺ ഹു ഈസ് വെരി ഇൽ or sick and his lungs are not working properly, means he is not able to breathe by himself, we will give a artificial oxygen for him, means respirator. ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന പ്യൂർ ഓക്സിജൻ മാത്രമാണ്. കാരണം അവർക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല, അവിടെ ബ്രീത്ത് ഔട്ട് ആകുന്നില്ല പ്രോപ്പർലി. അപ്പം ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മറ്റ് ഗ്യാസുകൾ ഉള്ളിലേക്ക് പോകുന്നത് തിരിച്ചു പുറത്തു പോകാൻ സാധ്യത കുറവാണ്. അപ്പൊ അവർക്ക് പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? Just to obtain useful constituents, butter can be obtained from milk or curd by churning it. Have you seen churning? Churning means what, do you know? How many of you have a cow at home? Nobody has a cow. Okay. Or have you seen if any of your relatives or neighbors' house they are making curd, butter and all? Curd from curd, butter ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ പശു ഇല്ലെങ്കിലും വേറെ ആരെങ്കിലും വീട്ടിൽ പശുള്ള വീട്ടില് പാലിൽ നിന്നും മോരുണ്ടാക്കുന്നു. മോര് എന്നിട്ട് അത് വെണ്ണ കടഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? How many of you? Only 1%, 2%, 3% have you seen? Okay, others എല്ലാം സ്റ്റക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഫസ്റ്റ് പാല് നമ്മൾ തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് കേട് ചേർക്കും. കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മമാരെ ഇങ്ങനെ ഉറയൊഴിച്ച് വെക്കാന്ന് പറയും അല്ലെ? അങ്ങനെ കുറച്ച് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, കുറെ സമയം, അത് ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാല് പുളിപ്പുള്ളതാകും.
അതായത് തൈരായി മാറും. ആ തൈരിനെ പിന്നെ വെണ്ണയാക്കുന്ന രീതിയാണ് പറഞ്ഞത്. ആ തൈരിനെ കറിയും ഇങ്ങനെ ഒരു സാധനം വെച്ച പണ്ട് കരഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം വേറെ എന്തോ മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഇപ്പം ചെയ്യും. ഇൻ ഓൾഡൻ ടൈംസ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ആ ടൈമിൽ ഇങ്ങനെ മിക്സി ഒന്നുമില്ല. അപ്പൊ ഒരു കടകോലം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് എന്താ പറയുന്നത്, അത് വെച്ചിട്ട് ആ സാധനം ഇങ്ങനെ ടീയിൽ ഇങ്ങനെ 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 ആക്കുന്ന കാണാം. ആക്കിയിട്ട് ഞാനും ആക്കിയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ, ഞങ്ങളുടെ വീട്ടില് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അമ്മ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ടാണ് ഇപ്പൊ അതിന്റെ വെണ്ണ എടുക്കുന്നത്. അങ്ങനെ കുറേ സമയം she will do like that way. അപ്പൊ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മേളിൽ അതിന്റെ ഇങ്ങനെ പാട പോലെ അതിന്റെ വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മേളിൽ പൊങ്ങിക്കിടക്കും. അത് പിന്നെ അമ്മ ഒരു പ്ലാവിന്റെ ഇലയില്, പ്ലാവിന്റെ ഇല, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ആ പ്ലാവില വെച്ചിട്ട് ഇങ്ങനെ തോണ്ടിയെടുത്ത് വെള്ളത്തിനകത്തിട്ടിട്ട് വെക്കും. പിന്നെ അത് ഉരുക്കി നെയ്യാക്കും, അങ്ങനത്തെ ഒക്കെ പ്രൊസീജിയർ. അപ്പൊ അത് അത് ഇവിടെ പറയുന്നത് ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. ബട്ടർ ക്യാൻ ബി സെപ്പറേറ്റ്. നമ്മൾക്കിപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ മോര് കറി അല്ലെങ്കിൽ തൈര് അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാറില്ല. വെണ്ണ നമുക്ക് ഇഷ്ടമാണല്ലേ? ഡു യു ലൈക്ക് ടു ഈറ്റ് ബട്ടർ? How many of you? Krishna was fond of butter. He used to steal it himself. Do you know Krishna? Sri Krishna? Sri Krishna അറിയോ? ഓക്കെ. ആ ശ്രീകൃഷ്ണ സ്റ്റോറിയിലെല്ലാം വെണ്ണ കക്കുന്ന കള്ളനായിട്ടാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ അമ്മമാര്, കുറേ അമ്മമാരുണ്ട്. കുറെ അമ്മമാര് മീൻസ് അവനെ സ്നേഹിക്കുന്നവരെല്ലാം അവന് അമ്മമാരായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും ഇവനെ കാണാതെ. ആരും കാണാത്ത സമയത്ത് അടുക്കളയിൽ പോയിട്ട് കട്ട് തിന്നുമായിരുന്നു. അങ്ങനെയൊക്കെ കഥകളുണ്ട് അല്ലേ? ഓക്കെ. ശ്രീകൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്നൊക്കെ. വെരി സോഫ്റ്റ് തിങ്, വെരി 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 സോഫ്റ്റ് തിങ്. ഹാവ് യു ഈറ്റൻ ഇറ്റ്? ബട്ടർ ആയിട്ട് തിന്നിട്ടുണ്ടോ? വളരെ സോഫ്റ്റ് ആണ് അല്ലേ? ഓക്കെ. Butter can be obtained from milk or curd by churning it. Crude oil or petroleum is a mixture of several useful constituents: petrol, kerosene, diesel, tar, etc. So ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് പെട്രോള്, കെരോസിൻ, ഡീസൽ, ടാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പെട്രോൾ നിങ്ങൾക്ക് അറിയാം, ഡീസൽ അറിയാം, കെരോസിൻ അറിയാം. കെരോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണെണ്ണ. കെരോസിന്, പിന്നെന്താണ് ടാറ്. ഇതെല്ലാം ഈ പെട്രോളിയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് പക്ഷെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർ വേർതിരിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പെട്രോൾ ഓർ ഡീസൽ ഓർ കെരോസിൻ വിൽ നോട്ട് ഗെറ്റ് ഫ്രം ദ സീ ഓർ ഓഷൻസ്. ഓഷനിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിന്റെ ഡീക്കേഡ് പ്ലാന്റ്സിൽ നിന്നൊക്കെയാണ്. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ഇൻ പെട്രോളിയം. പെട്രോളിയം എന്ന് പറയുന്ന സാധനത്തിലാണ് ഇതെല്ലാം ഉള്ളത്. ഫ്രം ദാറ്റ് ദേ വിൽ സെപ്പറേറ്റ്. are obtained by separating them from the crude oil. Crude oil natnana idellam separate cheythu edukunnu. To obtain pure substances, sometimes substance in their pure form are needed for the use at home or for research work and other purpose. For this, even minute amounts of their substance present have to be separated. ഇപ്പൊ ചില അതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പെട്രോളിയം കിട്ടിയത് കൊണ്ട് നമുക്കിപ്പം നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വണ്ടിയിൽ ഓടിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഹാവ് ടു ബി സെപ്പറേറ്റഡ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പെട്രോൾ എന്ന് പറയുന്ന സാധനം അതിനകത്ത് സെപ്പറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഈ ക്രൂഡ് ഓയിൽ ഇത് കിടക്കുന്നതാന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കല്ല. നൗ ഫോർ എക്സാമ്പിൾ അതർവൈസ് ഐ വിൽ ടെൽ ഗോൾഡ്. ഗോൾഡ് എന്ന് പറഞ്ഞാല് കുറെ ഇത് ആയിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഗോൾഡ് കൊണ്ട് നമുക്ക് ഓർണമെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ പ്യുവർ ഗോൾഡ് കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റത്തില്ല. അതിന്റെ കൂടെ സംതിങ് കോപ്പർ, ഒരു ചെറിയ എമൗണ്ടിൽ കോപ്പർ കൂടി ആഡ് ചെയ്താൽ മാത്രമേ ആവുള്ളൂ. കാരണം ഗോൾഡ് നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ ഓർണമെന്റ്സ്, ചെയിനോ ഇയറിംഗ്സോ ബാംഗിൾസോ ഒക്കെ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചൂടാക്കി പിന്നെ അത് ഇടിച്ച് എന്തൊക്കെയോ ഷേപ്പിലൊക്കെ ആക്കി മെഷീനകത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ വളച്ചും വളച്ചും ഒക്കെ ആയിട്ടാണ് അവർ ആക്കുന്നത്. നിങ്ങൾ ഈ ഗോൾഡ് സ്മിത്ത് പണിയുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? Those who make ornaments with gold, തട്ടാൻ എന്ന് പറയും. അപ്പം അവര് അങ്ങനെ ആക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മാലയോ എന്തെങ്കിലും കട്ടായിട്ട് നിങ്ങൾ അത് നന്നാക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അവരിങ്ങനെ ചെറിയ തീക്കകത്ത് വെച്ച് ഇങ്ങനെ ഊതി ആക്കിയിട്ട് അത് ഒരു ചെറിയ ചുറ്റിക പോലത്തെ ചെറിയൊരു സാധനം, വെരി സ്മോൾ വൺസ്. അല്ലെങ്കിൽ നമ്മൾക്കറിയാം ചെറിയ, നമുക്കൊരു സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലെ. അത് വലിയ ചുറ്റി വെച്ച് ഇടിച്ചെന്നാൽ പിന്നെ പൊളിഞ്ഞു പോയി, പിന്നെ ഒന്നും കാര്യമില്ല. അത് വെരി ചെറിയൊരു സാധനം വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് അവരെ ഇങ്ങനെ ഇടിച്ച് ഷേപ്പ് ആക്കി അങ്ങനെയൊക്കെ ആക്കുന്നത്. ഓക്കെ. അപ്പം ആ സാധനം എന്ന് പറയുന്നാല് ഈ പ്യൂർ ഗോൾഡ് ആണെന്നറിയില്ല, അതിനകത്ത് അത് സംഭവിക്കാൻ അത് പെട്ടെന്ന് ഉടിഞ്ഞു പൊട്ടിപ്പോകും. അതുകൊണ്ട് അവർ ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് they will add a little bit of
കോപ്പർ വിത്ത് ദാറ്റ്, ചെമ്പും കൂടി ആഡ് ചെയ്യും, എങ്കിൽ മാത്രമേ അത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇത് പൊട്ടാതെയൊക്കെ കിട്ടുള്ളൂ. ആൻഡ് ഇൻ ഓൾഡൻ ഡേയ്സ് മീൻസ് if you ask your grandma and all, grandma, they are old, isn't it, grandparents, when they were at their times, means when their time at the time of their marriage or childhood and all, when they were having earrings or chains and all, they used to make this gold ornaments with the goldsmith only. That time there was no jewelries and all, no jewelries. This goldsmith will come to our house, or they will sometimes they will come to our house and they'll sit there and they will make ornaments for us. Otherwise they will make in their house and they will sell. പഴയ കാലത്ത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് മായുടെ ഒക്കെ കല്യാണത്തിന്റെ സമയത്ത് ഇന്നത്തെ പോലെ ജ്വല്ലറികളൊന്നുമില്ല, സ്വർണ്ണക്കടകളായിട്ടില്ല. അപ്പൊ അവർ ഈ തട്ടാന്മാരെന്ന് പറയുന്ന ഈ ഗോൾഡ് സ്മിത്തുകളെ വീട്ടിൽ വിളിച്ചു പറ്റി സ്വർണം കൊടുക്കും. എന്നിട്ട് അവർ സ്വർണം പണിയുന്നത് നമുക്ക് കമ്മലും മാലയൊക്കെ ആക്കി തരുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. I remember when I was small child, for the first time when I got earring, I remember that the goldsmith still that his face, because ആ ടൈമിലൊക്കെ നമുക്കൊരു കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷമല്ലേ, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരു മാലയോ കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം ബോയ്സിനാണെങ്കിലും ഒരു മാലയൊക്കെ വാങ്ങിച്ചു തരുമെന്നു. ഇപ്പം നമുക്കത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ കാരണം നിങ്ങൾക്ക് അത്ര തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇതൊന്നും നിങ്ങൾക്ക് തോന്നുന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ചെറുപ്പകാലത്തിൽ തന്നെ ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. when you were small baby itself, you might have got a chain, bangles and all. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് സ്വർണ്ണമൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് കാതുകുത്തി കമ്മൽ പണി. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഗോൾഡ് സ്മിത്ത് എന്റെ വീട്ടിൽ വന്നിരുന്നോണ്ട് കമ്മൽ പണിയുന്നതൊക്കെ. അപ്പൊ അവരെ വീട്ടിൽ വിളിച്ചപ്പോ ഞാനിങ്ങനെ പോയി നോക്കും, ഭയങ്കര ആകാംക്ഷയില്ല, എനിക്കല്ലേ കമ്മൽ പണിയുന്നത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, പണി തീർന്നോ എന്നറിയാം. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ ഡേയ്സ് ടു കംപ്ലീറ്റ് ഹിസ് വർക്ക്. കുറച്ച് ദിവസം 2-3 ദിവസമൊക്കെ വേണ്ടി വന്നു, 3 അങ്ങനെ ദിവസങ്ങൾ വേണ്ടി വന്നു. ഇങ്ങനെ കുത്തിയിരുന്ന് അതിന് ഓരോ അരിമ്പുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വരും, അത് ചൂടാക്കുന്നു, വെക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ ജ്വല്ലറി ഒന്നുമില്ല, ഈ ഗോൾഡ് സ്മിത്തുകളുടെ അടുത്തുനിന്നാണ് നമ്മൾ സ്വർണം വാങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ആ ഗോൾഡ് സ്മിത്ത് പറയുന്നത് അവർ കുറച്ച് കോപ്പർ ആഡ് ചെയ്യും ഈ സ്വർണത്തിന്റെ കൂടെ, കുറച്ചും കൂടെ ചെമ്പ്, കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ് ആഡ് ചെയ്യും. എന്തിനാ? ഇതിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനും അതുപോലെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും. പക്ഷേ ചിലവരുണ്ട്, കണ്ണി പീപ്പിള്, we don't know how much they are adding, how they and all. Those kanni people, not everyone, kanni people, those goldsmith, those who are cunning people, they will add more copper instead of gold. നമ്മുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ട് അവർ അതിനകത്ത് കൂടുതൽ ചെമ്പ് ചേർക്കും. നമുക്കറിയില്ലല്ലോ എന്തോരം ചെമ്പുണ്ട്, അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. we don't know much about that. അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, എല്ലാവരും ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പൊ നമ്മൾ അത്തരം പഴയ സ്വർണ്ണങ്ങൾ കൊണ്ട് സ്വർണ്ണക്കട കൊണ്ട് കൊടുത്താൽ വളരെ വില കുറച്ച് നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഗ്രാൻഡ്മ അവരുടെ നേരത്തെ കാലത്തെ കമ്മലൊക്കെ അല്ലെങ്കിൽ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് സ്വർണ്ണക്കട കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വെരി ലെസ് എമൗണ്ട് ഫോർ ദാറ്റ്. വളരെ കുറച്ച് പൈസ കിട്ടുള്ളൂ. വൈനോ അത് ഇപ്പൊ നമ്മൾക്കറിയാം, സ്വർണ്ണക്കട പോയി ഈ 916 916 22 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല, ബിക്കോസ് നോ ജ്വല്ലറീസ് ആൻഡ് ഓൾ. ഞാൻ പറഞ്ഞ പോലെ വാട്ട് ദ ഗോൾഡ് സ്മിത്ത് സേസ് ഓർ വാട്ട് ഹി ഡസ് ഈസ് ദ തിങ് ദാറ്റ് വി ഗെറ്റ്. അവർ പറയാണ് ഇത് കറക്റ്റാ, പ്യുവർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിശ്വസിക്കാൻ വഴി ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ എത്ര ഗോൾഡ് ഉണ്ട്, എത്ര ചെമ്പുണ്ടെന്നും നമുക്ക് അറിയില്ലായിരുന്നു. ബട്ട് നൗ നോ, വി ഹാവ് ടെക്നോളജീസ്, ദേ വിൽ ചെക്ക്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്യുവർ ഗോൾഡ് ഓൺലി വി വിൽ ഗെറ്റ് 916 മാർക്ക് ആൻഡ് ഓൾ. 916 916 മാർക്കൊക്കെ കിട്ടുന്നത്. അതായത് ഒരു മാർക്ക് നമ്മുടെയൊക്കെ സ്വർണ്ണത്തേലൊക്കെ കാണും. നിങ്ങൾക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം, 916 ആണെങ്കിൽ. അപ്പൊ അത്ര സ്വർണ്ണം നമ്മൾ ഏത് സ്വർണ്ണക്കട കൊണ്ടു കൊടുത്താലും വലിയ വിലക്ക് വ്യത്യാസമൊന്നുമില്ല. അർജുൻ എന്തിനാ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യുന്നത്? അർജുന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അർജുൻ അവിടെ ഇങ്ങോട്ടും മാറിയിരിക്കുക. സീറ്റ് മാറുക. പോയോ? ഈ പണ്ട് കാലത്ത് പൈസ കൊടുക്കേണ്ടി വരുവാ? പിന്നെ പൈസ കൊടുക്കാതെ വെറുതെ തരുമോ മോനെ സ്വർണം? പക്ഷെ ഇത്രത്തോളം സ്വർണത്തിന് വിലയില്ലായിരുന്നു അന്ന്, ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
ഓക്കെ, അത് ചോദിക്കാൻ വേണ്ടാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ മോനെ. പൈസ കൊടുക്കണം, പക്ഷെ സ്വർണത്തിന് അത്രയും പൈസയൊന്നും ഇല്ല. ഇന്നത്തെ പോലെ 10,000-36,000 രൂപയൊന്നും വിലയില്ല. ചെറിയ പൈസ ഉള്ളു, 500 രൂപ 600 രൂപ. പക്ഷെ അന്ന് പണിയെടുക്കുമ്പോൾ ഒരു ദിവസം 500 രൂപ പണിക്കൂലിയൊന്നും കിട്ടില്ല, 2 രൂപ 3 രൂപ പണിക്കൂലിയൊക്കെ കിട്ടുള്ളൂ. എല്ലാത്തിലും പൈസ കുറവായിരുന്നു, ഇന്ന് മൂല്യം കുറവായിരുന്നു പൈസക്ക്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഒരു ദിവസം പണിയെടുത്ത് നമുക്ക്, നിങ്ങളുടെ പേരൻസ് പണിക്ക് പോകുന്നവർക്ക് അറിയാം, 700 രൂപ 800 രൂപ 1000 rupees and they will get their daily wages. പക്ഷെ സാധനങ്ങൾക്കും അതുപോലെ വില കൂടി. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സം തിങ്സ് സബ്സ്റ്റൻസ് ഇൻ ദർ പ്യുവർ ഫോം ആർ നീഡഡ് ഫോർ യൂസ് അറ്റ് ഹോം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പെട്രോളിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പെട്രോളിയം മൊത്തം അല്ലെ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടിയിൽ ഒഴിച്ചെന്നാൽ വാഹനം ഈസി ആയിട്ട് ഓടില്ല. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ വെഹിക്കിൾ. ബട്ട് വി ഹാവ് ടു സെപ്പറേറ്റ് ദ പെട്രോൾ ഫ്രം ദാറ്റ് ക്രൂഡ് ഓയിൽ, ദെൻ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ വെഹിക്കിൾ. ആ പെട്രോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, or for the research work and other purposes. For this, even minute amounts of other substance present have to be separated. അതുകൊണ്ട് ചെറിയ അളവിലുള്ളത് പോലും ഇവിടെ വേണ്ടാത്തതാണെങ്കിൽ അത് മാറ്റിയിരിക്കണം. നമ്മൾ പെട്രോളിയം ക്രൂഡ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന പെട്രോളിയം മാത്രമേ നമുക്ക് വണ്ടിയിൽ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ച് ആരെങ്കിലും വണ്ടി ഓടിക്കാറുണ്ടോ? നിങ്ങളൊക്കെ വീട്ടിൽ ഹൗ മെനി ഓഫ് യു ഹാവ് കാർ ഓർ സ്കൂട്ടി ഓർ സംതിങ്, എനി വെഹിക്കിൾ? How many of you have a car or bike or lorry or bus and all? Almost everybody is having a vehicle at home, isn't it? അതിനകത്ത് ഇതെല്ലാം ഈ നമ്മൾ പഠിച്ചു, കെറോസിൻ, പെട്രോൾ, ഡീസൽ, ടാർ, all these are getting from the crude oil. ഇതെല്ലാം ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടുന്നതെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ will anybody pour kerosene in that instead of diesel or petrol? Will any of you pour kerosene instead of petrol or diesel? പെട്രോളിനോ ഡീസലിനോ പകരം ആരെങ്കിലും കെറോസിൻ ഓയിൽ ഒഴിച്ച് നിങ്ങളുടെ വണ്ടി ഓടിക്കുവോ? ഇല്ല. പെട്രോൾ ഒഴിക്കുന്ന വണ്ടികൾ ഡീസൽ ഒഴിക്കുകയില്ല, ഡീസൽ ഒഴിക്കുന്ന വണ്ടികൾ പെട്രോൾ ഒഴിക്കുകയില്ല, അല്ലേ? അറിയാമോ അതൊക്കെ? പക്ഷെ ഈ സാധനങ്ങളെല്ലാം എവിടുന്ന വരുന്നത്? എല്ലാം ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. You have in your father's house, how many brothers and sisters you know? In your father's house, not in your house, father, your father or mother is having how many brothers and sisters you know? How many uncles and aunties you know? Okay, some of you are having only one, some of you are having 2 or 3 or more than 4 and all. Separate. For example, now I will tell 5 members are there in your father's house. Just imagine. Your father is having 2 brothers and 2 sisters and your father. Just imagine, 2 brothers, 2 sisters and your father. And all these are from same family, isn't it? All these 5 are from one parent, same family. But when they grow up, when they get married, all are separated, isn't it? When all these 5 are together when they are small, but when they grow up, when they get married and all, after few years they will be separated. Now, is your auntie living with you? Is your auntie living with you? No, your aunties got married and they are with their husband, isn't it? And your uncles means here I am mentioning your father's brother. Are they with you? Some of them may be, but they will separate, isn't it? And you know, many of them will be living far from us, means maybe not even in Kerala, maybe in abroad means out of India. അങ്ങനെയൊക്കെ ഇല്ലേ? അതായത് നിങ്ങളുടെ ഫാദറിന്റെ വീട്ടിൽ 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക, 2 brothers and 2 sisters and plus your father. ഇപ്പോൾ അവർ ആ ചെറുപ്പകാലത്തിൽ when they were small, all they were together. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കിടന്നുറങ്ങുന്നു, ഒന്നിച്ച് സ്കൂളിൽ പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വലുതായപ്പോൾ അവരെല്ലാം എന്തായി? ഒരു പഠിച്ചു ജോലിയായി, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അവരുടെ പണികളുമായി, അവർ ഓരോ കുടുംബമായി, കല്യാണം കഴിച്ചു കുടുംബമായി, അവരുടെ മക്കളുമായിട്ട് സെപ്പറേറ്റ് ആയി, അല്ലേ? അപ്പൊ അവരന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് വി ആർ ലിവിംഗ് വിത്ത് അവർ ഫാദർ ആൻഡ് മദർ ആൻഡ് വി. ഹൗ മെനി ഓഫ് യു? 1 or 2 or 3?
അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ആന്റിമാര് അവര് കല്യാണം കഴിച്ചൊരു ഭാഗത്ത് പോയി, അല്ലെങ്കിൽ അങ്കിൾസ്, അല്ലെങ്കിൽ അതായത് ഫാദറിന്റെ ബ്രദർ സിസ്റ്റർ ഒക്കെ ബ്രദേഴ്സ്, അവരൊക്കെ ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും, പക്ഷെ നമ്മുടെ വീട്ടിലല്ല താമസിക്കുന്നത്. ദേ ഹാവ് മെയ്ഡ് അനദർ ഹൗസ് ആൻഡ് ദേ ആർ ലിവിംഗ് വിത്ത് ദെയർ ഫാമിലി മെമ്പേഴ്സ് നൗ. ചിലവര് കേരളത്തിന് വെളിയിലായിരിക്കും, ചിലവർ ഇന്ത്യക്ക് വെളിയിൽ തന്നെയായിരിക്കും. once in a year or twice in a once in 2 years and all they will come to visit their brothers. ഒന്നോ 2 വർഷം കൂടുമ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ താമസിക്കുന്നവർ 1 വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ ഒരിക്കലും നാട്ടിൽ വന്ന് എല്ലാവരെയും ഒന്ന് കാണും, അപ്പനെ അമ്മനെ അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും അല്ലെ. അപ്പൊ നമുക്ക് ഈവൻ യു പീപ്പിൾ ആർ ഓൾസോ ലൈക്ക് ദാറ്റ് only. നിങ്ങളും അതുപോലെ തന്നെയാണ്. now you live with your brother and sisters, with your parents. Since you are small children, you live together now with your parents. You need your parents' help. But as you grow, you will study after 10th. You will study +1, +2, and then you will go for any other education. Sometimes you may have you have to stay in hostels. Then after that, after studies, you will earn a job and you will settle in your life. You will get married and you will live with your family members. Family members means your wife or husband and your children, isn't it? And like this way, once in a while you will come to visit your parents, and your brother or sister who is at home, you will come to visit them. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ്. ലൈക്ക് ദ സെയിം വേ. ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആകുന്നത് സെപ്പറേറ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ we will not use kerosene for instead of petrol or instead of diesel. പെട്രോളിന് പെട്രോൾ വേണം, കെറോസിന് തന്നെ വേണം. അങ്ങനെ methods of separations. See here 2 pictures have been given. First picture, have you seen that 5-2? അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? Please raise the hand if you know. First picture, page number 49. How many of you know? Heaven, you know? First picture അറിയാമോ? Okay. Heaven, please tell me. ഏത് മിസ് മറ്റേ അരിയിൽ നിന്ന് മറ്റേ എടുത്തു കളയുന്നല്ലേ? റിമൂവിങ് എന്താ പറയാ? അരിയിൽ നിന്ന് മറ്റേ ഇതെടുത്ത് കളയുന്നല്ലേ? മറ്റേ എന്തെടുത്ത് കളയുന്നതാ അത് പറ. വിന്നിങ് അല്ലേ? വിന്നിങ്. വിന്നിങ്. What is the meaning of winnowing? Winnowing means what? Beating the rice in a solid and removing the മിസ് തോടിന് എന്താ പറയാ? ഹസ്ക്. അതായത് നീ പറഞ്ഞത് മനസ്സിലായി, നിനക്ക് സംഭവം മനസ്സിലായിന്ന് എനിക്ക്, നിനക്ക് സംഭവം എന്താന്ന് അറിയാന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താന്ന് വെച്ചാല് ഇഫ് യു ഹാവ് ഗോൺ ടു എ പാഡി ഫീൽഡ്. പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയല്, നെൽവയല്. പാഡി ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഒരു സമയം. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? നെല്ല് കൊയ്തെടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ. പിക്ചറിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. അത് കൊയ്ത് കഴിഞ്ഞിട്ട് അത് അവരെന്ത് ചെയ്യും? മെതിച്ച് അതിന്റെ നെല്ലുകൾ എല്ലാം ശേഖരിക്കും. പക്ഷെ ആ എല്ലാ നെല്ലുകളും ശരിക്കുമുള്ള നെല്ലായിരിക്കില്ല. അതിനകത്ത് പതിരുണ്ടാക്കും, സ്റ്റാഫ് എന്ന് വെച്ചാൽ വേണ്ടാത്തത്. വേർ ദർ ആർ നോ ഗ്രെയിൻസ്, നെൽമണി ഇല്ലാത്ത നെല്ലുകൾ ഉണ്ടാകും. ബട്ട് ഇറ്റ് ഈസ് വെയ്റ്റ്ലെസ്. നെല്ലില്ലാത്തതിനകത്ത് അതിന് പതിരെന്ന് പറയുന്നത്. ആ പതിരിന് കനമുണ്ടാവില്ല, കാരണം അതിനകത്ത് നെൽമണി ഇല്ലല്ലോ. നെൽമണി ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് വരികയുള്ളൂ. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾഡൻ ടൈം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത് സ്ഥിരം പതിവായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളൊന്നും നെല്ല് കൃഷി ചെയ്യുന്നില്ല. ബട്ട് ഇൻ സം പ്ലേസസ് ദേ ആർ. ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നെൽകൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യര്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പൊക്കി പിടിക്കും. അപ്പൊ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. ആ വിന്നോയിങ് ബാസ്ക്കറ്റില് ഈ മുറം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? നിങ്ങൾ എന്താ പറയുന്നേ? മുറം തന്നെയാണോ പറയുന്നേ? വിന്നോയിങ് ബാസ്ക്കറ്റ്, വേറെന്തോ പേരൊക്കെ പറയുന്ന കേൾക്കാം. എനിവേ, ഈ വിന്നോയിങ് ബാസ്ക്കറ്റിനകത്തത് നെല്ലിട്ടിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. അപ്പൊ കാറ്റ് വീശുന്നുണ്ടാവും അല്ലെ? ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ കനവില്ലാത്ത, അതായത് ധാന്യമില്ലാത്ത പതിരായിട്ടുള്ള നെല്ലെല്ലാം കാറ്റില് വെയിറ്റ് കുറവായതുകൊണ്ട് പറന്ന് അപ്പുറത്തെ സൈഡിലോട്ടും പോകും. ഗ്രെയിന്, അതായത് അതിനകത്ത് ധാന്യമുള്ള നെല്ല് നേരെ താഴോട്ടും വീഴും. അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു മെത്തേഡിൽ അന്ന് ചെയ്യുമായിരുന്നു. ഞങ്ങള് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാൾ വെക്കുമ്പോഴും വേറൊരാളിങ്ങനെ വേറൊരു മുറം കൊണ്ട് ഇങ്ങനെ വീശും. അപ്പൊ കാറ്റ് വരും. കാറ്റ് എപ്പോഴും ഉണ്ടാവണമെന്നില്ലോ. ഇങ്ങനെ വീശുമ്പോൾ കാറ്റ് വരും. അപ്പൊ ഈ പറഞ്ഞ
പതിരായിട്ടുള്ളത് പുറത്തോട്ട് തെറിച്ചു പോകും. കാരണം അതിന് വെയിറ്റ് ഇല്ല. അപ്പൊ കാറ്റിന്റെ ശക്തി കൊണ്ട് അത് തെറിച്ചു പോകും. അത് നേരെ താഴോട്ടും വീഴുന്നത്. ഓക്കെ. To separate a mixture, we have to use such a property that one constant of the mixture has and the others do not. For example, to separate iron fillings from sulfur, we can use the property that iron is attracted by a magnet, but sulfur is not. In a mixture, ഇപ്പൊ നമുക്ക് അയൺ സൾഫേറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a method. അതൊരു പൊടി, അയണിന്റെ പൊടിയും സൾഫറിന്റെ പൊടിയും നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ there is a method. We know that iron is attracted by magnet. Have you seen magnet? Magnet means what? കാന്തം. അയൺ കാന്തം അയണിനെ ആകർഷിക്കും, ഇരുമ്പിനെ ആകർഷിക്കും അല്ലെ. അപ്പൊ ഈ പൊടി നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് യു ഹാവ് എ മാഗ്നറ്റ്, ഇഫ് യു ബ്രിങ് നിയർ ദിസ് പൗഡർ, all the iron powder will be attracted to the magnet. Understand? Then the sulfate powder will remain there. ഇപ്പൊ അയൺ പൗഡറും സൾഫേറ്റ് പൗഡറും മിക്സ് ആയെങ്കിൽ പൗഡർ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാന്തം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അതിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇരുമ്പ് പൊടി മൊത്തം ഈ കാന്തത്തിൽ അട്രാക്ട് ആവും. അത് അവിടെ ജോയിൽ ഈസ് ഷോയിങ് എ മാഗ്നറ്റ്. ഓക്കെ ഓക്കെ. അപ്പം നമുക്കറിയാം അതിൽ അട്രാക്ട് ആയിട്ട് മൊത്തം അയൺ പൗഡർ വിൽ ബി അട്രാക്റ്റഡ് ബൈ ദിസ് മാഗ്നറ്റ് ആൻഡ് ദ സൾഫർ പൗഡർ വിൽ റിമെയിൻ ഇൻ ദ ഡൗൺ. സൾഫർ പൗഡർ ബാക്കി താഴെ തന്നെ കിടക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെപ്പറേറ്റിംഗ് സോളിഡ്സ് ഫ്രം അതർ സോളിഡ്സ്. സോളിഡുകളിൽ നിന്നും സോളിഡ് എങ്ങനെയാ? ഇതിപ്പോ നമ്മൾ പറഞ്ഞ മിക്സഡ് പൗഡർ ആണ്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറെ രീതിയിൽ പലതുണ്ട്. ചില പൗഡർ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് മിക്സ്ഡ് ആകും, ചിലപ്പോൾ അത് അങ്ങനെ ആകത്തില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. Another method is the properties commonly used to separate solids from a mixture of solid are color, size, shape, weight, attraction by magnet, or solubility in the liquids such as water. Next, വേറെ നമുക്ക് സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ. One is color. When we see the color, we can separate it. ഇപ്പൊ രണ്ട് മിക്സ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് രണ്ട് കളർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെറുക്കി എടുക്കാൻ പറ്റും അല്ലെ. If one is in white color and another one is in red color, we can easily find out and we can separate it. നമുക്ക് പെറുക്കി എടുക്കാൻ പറ്റും. ഒരേ സൈസിലും അല്ലെങ്കിൽ ഒരേ മോഡലിലും ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും if color is different, we can separate it. Second one is size. If one is big and another one is small, we can easily find out. വലുതും ചെറുതും നമുക്ക് അങ്ങനെ സൈസിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അനദർ മെത്തേഡ് ഇസ് ഷേപ്പ്. ഇനി ഒരേ സൈസ് ആണെങ്കിലും രണ്ട് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് മിക്സ് ആയിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് വെയിറ്റ്. വേറെ വെയിറ്റിന്റെ ഇതില്ല, കനം കൂടുതലുള്ളതും കനം കുറഞ്ഞുള്ളതും അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. കനം ഉള്ളതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആക്കാം അല്ലാതെ. നെക്സ്റ്റ് അട്രാക്ഷൻ ബൈ മാഗ്നറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അയണിനെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. Or solubility in liquids such as water. വെള്ളത്തിൽ ഇട്ടിട്ട് സൊല്യൂബിൾ ആകുന്നതും സൊല്യൂബിൾ അല്ലാത്തതുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. Let's just read about some methods of separation. First one is threshing and winnowing. ഇവിടെ കാണിച്ചിരിക്കുന്നത് വിന്നോ ബാസ്ക്കറ്റിലിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ്. After the wheat or rice crop is harvested, the grain have to be separated. I hope every day in your house your mothers will do this. You may be having winnowing basket at home. Every day while cooking, before cooking the rice, mother will take the rice and she will put it in the winnowing basket and she will trash it like this way. Have you seen? നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെ അരി പാറ്റുന്ന കണ്ടിട്ടുണ്ടോ വീട്ടിൽ എപ്പോഴെങ്കിലും? അയ്യോ, 1 2 3 പേര് കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും അടുക്കള കയറിയിട്ടില്ലല്ലോ അല്ലെ? അവൻ കണ്ടിട്ടുണ്ടോ? ഓക്കെ. Why she does like that way? Because there will be some other materials also with that rice. ഈ റൈസ് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വേറെ എവിടെയോ കൃഷി ചെയ്തിട്ട് ഇങ്ങോട്ട് പാക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മളുടെ കൈകളിൽ എത്തുന്നത്. After many people's work only it will come to our hand. So we know that there will be so many dusts and all. So when we winnow it in the basket, all the this type of weightless things will go out.
അതിനകത്ത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള പതിരായിട്ടുള്ളതും അല്ലെങ്കിൽ കനം കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കളെല്ലാം നമ്മളിങ്ങനെ അമ്മമാരിങ്ങനെ പാറ്റുമ്പോഴത്തേനും അതെന്ത് സംഭവിക്കും, അത് പുറത്തു പോകും. പിന്നെ after the wheat or rice crop is harvested, the grains have to be separated. The first step is to separate the grains from the stalks. ഫസ്റ്റ് അവര് തണ്ടിൽ നിന്നും അവര് സെപ്പറേറ്റ് ചെയ്യണം. അതിന് ചെയ്യുന്നത് ദിസ് ഇസ് നോൺ ആസ് എ ത്രഷിങ് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ നെല്ല് കൊയ്ത് കറ്റ ഇങ്ങനെ കെട്ടും, കറ്റ കെട്ടിയിടും. ഒരു കുറച്ച് ഇത്രയും ഭാഗം എടുത്തിട്ട് അതിനെ ഒരു വള്ളി വെച്ചിട്ട്, വള്ളി എന്ന് പറഞ്ഞാൽ ഈ നെല്ലിന്റെ തന്നെ വള്ളിയായിരിക്കും. എന്നിട്ട് സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല ഗ്രൗണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെക്കും. ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ല 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, എത്ര ദിവസം എന്റെ കണക്ക് 3-4 ദിവസങ്ങള് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ഒരു ഇത് ഓൾറെഡി കട്ട് ചെയ്ത് കൊണ്ട് വെച്ചേക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ എല്ലാം കൊഴിയാൻ തുടങ്ങും. പിന്നെ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു കല്ലൊക്കെ ഇട്ടിട്ട് ആ കല്ല് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ അടിക്കും. ആ കല്ല് നമ്മൾ കെട്ടി വെച്ചേക്കുന്ന സാധനം ഇല്ല, അത് ഇട്ടിട്ട് ഇങ്ങനെ തല്ലും. കറ്റ തല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെല്ലെല്ലാം താഴെ വീഴും. കാരണം 2-3 ദിവസം കഴിഞ്ഞല്ലോ ഓൾറെഡി ഇത് കൊയ്ത് വെച്ചിട്ട്. ഈസി ആയിട്ട്, പക്ഷെ ഫ്രഷ് ആയിട്ട് അപ്പം കൊയ്തതാണെന്ന് ഒരിക്കലും അന്നേരം അത് പറഞ്ഞു കിട്ടാൻ താമസമാണ്. പക്ഷെ 2-3 ദിവസം വെച്ചേക്കുവാണെങ്കിൽ ഈസി ആയിട്ട് അത് കിട്ടും. That is known as threshing. But now they have machines for all this. ഇപ്പൊ ഇതെല്ലാം മാറി. ഇപ്പൊ നിങ്ങൾക്കറിയാം ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുതുന്നു. അന്നൊക്കെ കാളേനെ ഉപയോഗിച്ചായിരുന്നു നിലം ഉഴുതിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ നമുക്ക് ട്രാക്ടർ ഉണ്ട്, ട്രില്ലർ ഉണ്ട്, അങ്ങനെയുള്ള മെത്തേഡുകളെല്ലാം മാറി. nowadays machines are used for all this harvesting and all. കൊയ്യാനല്ല, കൊയ്ത്തന്ത്രം എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം മെഷീൻ വഴിയാണ്. അധികം ആളുടെ പണിയില്ല. It is done either by beating the stalks on the ground or a hard surface, by trampling the harvested wheat or rice using animals, or by using a mechanical thresher. പിന്നെ ഒന്നെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അനിമൽസിനെ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ രീതിയിലുള്ള പണികളൊക്കെയാണ്. ഇപ്പൊ എല്ലാം മെക്കാനിക്കൽ മെത്തേഡാണ്. ഇപ്പൊ ആരും അനിമൽസ് ഉപയോഗിച്ച് കാളേനെ ഉപയോഗിച്ച് നില ഉഴുതാനോ അല്ല ആൾക്കാർ ഇങ്ങനെ കൊയ്യാനോ അങ്ങനെയൊന്നും മെനക്കെടാറില്ല. ഇറ്റ് വിൽ ടേക്ക് long time, so much time is necessary, and workers are not available in time and all, like that way. And it is easy method to use machines. The grains are then separated from the mixtures of grain and chaff so obtained. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തുതരാം. ഇനിയിപ്പം വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോൾ നമുക്ക് ഇനി 4 minutes are left. Will not be enough. കൊയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോസ്റ്റ്ലി നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. പല ഓൾഡ്, നോട്ട് ന്യൂ ഫിലിം, ഇൻ ഓൾഡൻ ഫിലിംസ് ആൻഡ് ഓൾ യു മൈറ്റ് ഹാവ് സീൻ. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ കാലം ട്രെൻഡ് മാറിയതുകൊണ്ട് അങ്ങനത്തെ സിനിമകളൊന്നും വരാറില്ല. പക്ഷെ ഓൾഡൻ സിനിമയിലൊക്കെ നിങ്ങൾക്ക് നെല്ല് വിത്ത് വിതയ്ക്കുന്നതും മുളച്ചു വരുന്നതും ഞാറ് നടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. The grains are then separated from the mixtures of grain and chaff so obtained by using the property that grain is heavier than chaff. See, ഇതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ഈ കൊയ്തെടുത്ത ഈ നെല്ല് കട്ട തല്ലി കിട്ടിയേക്കുന്ന എല്ലാ ഗ്രെയിൻസും അതിനകത്ത് നല്ലതും ഉണ്ടാകും, ഗ്രെയിൻസ് ഇല്ലാത്തതും ഉണ്ടാകും. അതായത് നെല്ലിനകത്ത് അരി ഇല്ലാത്ത നെല്ല് പോലെ ഇരിക്കുന്ന സാധനങ്ങളും ഉണ്ടാകും. അപ്പം അതിന് വെയിറ്റ് ഉണ്ടാകും, മറ്റതിന് വെയിറ്റ് ഇല്ലായിരിക്കും. കാരണം അതിനകത്ത് ധാന്യമില്ലല്ലോ, വെറും തൊണ്ട് മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ ബോർഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് by using the property that grain is heavier than chaff, the mixture is allowed to fall from a height. The breeze blows away the chaff while the grain falls down almost vertically. So when it gets a breeze, ഒന്നെങ്കിൽ natural ആയിട്ടുള്ള breeze, otherwise some other person will blow the breeze like this with another winnowing basket. വേറെ ഈ മുറം പോലെയുള്ള സാധനം വെച്ചിട്ട് വേറെ ആളിങ്ങനെ ഇത് ചെയ്യും, നന്നായിട്ട് വീശും. അപ്പൊ ആ കാറ്റില് ഈ ചാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഗ്രെയിൻലെസ് സീഡ്, അതിനകത്ത് വിത്തില്ലാത്ത വസ്തു, നെല്ലിനകത്ത് നെല്ലിന്റെ പോട് മാത്രമായിട്ടുള്ളത്, അതിനകത്ത് ഗ്രെയിൻ നെല്ലില്ലാത്തത്, അരിമണി ഇല്ലാത്ത, അതിന് വെയിറ്റ് ഇല്ലല്ലോ, അത് പെട്ടെന്ന് കാറ്റിന് അങ്ങോട്ട് മാറും, മറ്റത് നേരെ വെർട്ടിക്കലായിട്ട് താഴെ വീഴും. ഇപ്പൊ ചിത്രത്തിൽ കാണാം അല്ലെ, ഒരു സൈഡില് ചാഫ്, ഒരു സൈഡില് ഗ്രെയിന്. The breeze blows away the chaff while the grains falls down almost vertically. The chaff forms a heap at a little distance away from the heap of grain. This process is known as winnowing. ഇതിനാണ് winnowing എന്ന് പറയുന്നത്. winnowing എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറത്തിനാണ് ഈ വിന്നോ, അതായത് പാറ്റുക എന്നർത്ഥം. പാറ്റുക, അരിയൊക്കെ പാറ്റുകയല്ലേ അതിന്. നെക്സ്റ്റ് അതൊരു മെത്തേഡ്. ഈ വിന്നോയിങ് മെത്തേഡ് is one method for using to separate things.
നമ്മളുടെ വീട്ടിൽ ഡെയിലി ചെയ്യുന്നതാണ്, അമ്മമാർ ചെയ്യുന്നതാണ്, അരി പറ്റി അതിനകത്ത് ഇതൊക്കെ. പിന്നെ അനന്തരം വന്ന് ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ് മീൻസ് പെറുക്കി എടുക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അമ്മമാർ അരി പാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് കല്ലൊന്നും ഈ കാറ്റത്ത് പറന്നൊന്നും പോകില്ല. ചെറിയ ചെറിയ small things only will go out, and stones and a little bit of weight is there, it will not go, isn't it? That we have to pick it up. അപ്പൊ നമ്മൾ കൈ കൊണ്ട് തന്നെ പെറുക്കി എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എപ്പോഴെങ്കിലും പെറുക്കിയിട്ടുണ്ടോ? അമ്മേനെ സഹായിച്ചിട്ടുണ്ടോ നെല്ലിനകത്ത് അല്ല അരിക്കകത്ത് നെല്ല് പെറുക്കാനും കല്ല് പെറുക്കാനും ഒക്കെ? ശ്രീവിഷ്ണു നെവർ. ശ്രീവിഷ്ണു സ്റ്റക്ക്. Undesirable substances such as pieces of stones in rice or dal can be separated by hand picking. This is possible because the particles of the undesirable substance are different from the food grains. So, food grains in color, shape, and size. This method is convenient when the undesirable desirable components are present in small quantities. ഈ മെത്തേഡ് നമുക്ക് അതിനകത്തുള്ള നമുക്ക് അൺവാണ്ടഡ് തിങ്സ് ആർ ഇഫ് ഇറ്റ് ഇസ് ലെസ്, കുറച്ച് അല്ലെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഗ്ലാസ് അരിക്കകത്ത് ഒരു ഗ്ലാസ് കല്ലും കൂടി പെറുക്കിട്ട് കഴിഞ്ഞാൽ പെറുക്കിയെടുക്കൽ എളുപ്പമാണ് മക്കളെ. Will it be easy to separate like that? ഈ പെറുക്കിയെടുക്കൽ പരിപാടി ഇല്ല, കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ കുറച്ച് സമയം മെനക്കെട്ടിരുന്ന് പെറുക്കും അല്ലേ? പക്ഷേ ഇഫ് ദ ക്വാണ്ടിറ്റി ഇസ് മോർ, will it be easy? ഈസി ആയിരിക്കോ? ഇല്ല. നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അരിക്കകത്തുനിന്ന് കല്ല് പെറുക്കി കളയുന്നത് അല്ലെ? വേറെ മെത്തേഡ് വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ? പെറുക്കുന്നതല്ലാതെ വേറെ മെത്തേഡിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കല്ല് വേറെ ഇരിക്കുന്നത്? ടുഡേ ആസ്ക് മമ്മി. എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ചിലവരിങ്ങനെ അരിച്ചെടുക്കും. ചിലപ്പോ നമുക്ക് അരിയുടെ കളർ തന്നെയായിരിക്കാം കല്ല്. സോ വി മേ നോട്ട് നോട്ടീസ് ഇറ്റ്. അതുണ്ടെങ്കിൽ പോലും ചിലപ്പം പെട്ടെന്ന് നമുക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വരികയില്ല. അപ്പൊ അങ്ങനെയൊക്കെ കല്ലുള്ളപ്പോൾ സാധാരണ അമ്മമാർ എന്ത് ചെയ്യും? അരി നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇങ്ങനെ മേളിൽ ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കല്ല് അടിയിലോട്ട് പോകും. പിന്നെ അടിയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രത്തിൽ തട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. അതിന് കല്ല് തട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ. അങ്ങനെ അവർ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, അരിച്ചെടുക്കുക. അങ്ങനെ ഒന്ന് അമ്മയോട് കാണിച്ചു തരാൻ പറ കേട്ടോ. ഓൾ ഓഫ്